നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നടന്റെ വിവാഹവും വിവാഹമോചനവും എല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്വകാര്യ ജീവിതം ഇത്രയേറെ ചർച്ചയും വിവാദവുമായ നടൻ വേറെയില്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലാത്ത നടനെ ബിഗ് ബിയിലെയും പുതിയ മുഖത്തിലെയും പഴയ ബാലനായി വീണ്ടും ആ പഴയ രൂപത്തിൽ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. ഇത് പലപ്പോഴും നടനോട് പ്രേക്ഷകർ പറഞ്ഞിട്ടുമുണ്ട്. ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയുടെ ജീവിതത്തിലേക്ക് വന്നത് തൃശൂർ സ്വദേശിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയനായിരുന്നു. ഒരു വർഷം മുമ്പ് എലിസബത്തും ബാലയും തമ്മിൽ വേർപിരിഞ്ഞു. ഡോക്ടറായ എലിസബത്ത് അഹമ്മദാബാദിൽ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ. നിയമപരമായി വിവാഹിതരായിട്ടില്ലതിനാൽ നിയമപരമായ തടസ്സങ്ങളൊന്നും ബാലയ്ക്ക് നേരിടേണ്ടി വന്നില്ല. വേർപിരിയാനുള്ള കാരണം പോലും ഇരുവരും ഇതുവരെയും എവിടെയും തുറന്നു പറഞ്ഞിട്ടുമില്ല. പരസ്പര ബഹുമാനത്തോടെ വേർപിരിഞ്ഞുവെന്ന തരത്തിലാണ് ബാല പലപ്പോഴും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. എന്നാൽ ബാലയിൽ നിന്നും അകന്ന ശേഷം എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോകളെല്ലാം ചർച്ചയായിരുന്നു. സ്വന്തം പങ്കാളിൽ നിന്ന് താൻ എന്തൊക്കെ അനുഭവിച്ചതെന്നത് പറയാതെ പറയും പോലെയാണ് എലിസബത്ത് സംസാരിച്ചിരുന്നത്. മാത്രമല്ല, ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായുള്ള അവരുടെ കുടുംബവുമായി നല്ല സൗഹൃദം എലിസബത്തിനുണ്ട്. എലിസബത്തും വളരെ വിഷമമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും അടുത്തിടെ അമൃതയും തുറന്നു പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ബാല വൈക്കത്തേക്ക് താമസം മാറിയത്. റിസോർട്ടിന് സമാനമായ ഒരു വീടാണ് കായലരികത്ത് ബാലയും പുതിയ ഭാര്യ കോകിലയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും കോകിലയും കൊച്ചിയും അവിടെയുള്ള വീട് ഉപേക്ഷിച്ച് വൈക്കത്തേക്ക് താമസം മാറിയിരിക്കുന്നത്. സ്വർഗം പോലെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിൽ ഇരുവരും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട വീഡിയോയിൽ കാണാം. ബാലയ്ക്കും ഭാര്യയ്ക്കും നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥനകളും നേർന്നു എത്തിയത്. അക്കൂട്ടത്തിൽ ഒരാൾ കുറിച്ച് കമന്റും ബാല നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാൻ എലിസബത്തിനെ ബഹുമാനിക്കുന്നു, നല്ല പെൺകുട്ടിയായിരുന്നു അവർ എന്നാണ് ഒരാൾ കുറിച്ചത്. ഉടൻ ബാലയുടെ മറുപടിയും എത്തി. ഞാനും എലിസബത്തിനെ ബഹുമാനിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത്. എലിസബത്തുമായി വേർപിരിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുകളിലായെങ്കിലും ഇന്നേ വരെ എലിസബത്തിനെ കുറ്റപ്പെടുത്തി ബാല സംസാരിച്ചിട്ടില്ല. ആരാധകന്റെ കമന്റും ബാലയുടെ മറുപടിയും വൈറലായപ്പോൾ മുൻ ഭാര്യമാരെ മറന്ന് ഗോകുലയ്ക്കൊപ്പം സന്തോഷമായി കഴിയാനാണ് ആരാധകർ നടനെ ഉപദേശിക്കുന്നത്. അമൃത പറയുന്നതിനനുസരിച്ച് നടന്റെ 4ാം വിവാഹിതമാണിത്. അമൃത വിവാഹം കഴിക്കും മുമ്പ് കന്നഡക്കാരിയായ യുവതിയെ ബാല വിവാഹം കഴിച്ചിരുന്നുവെന്നും എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതുമായിരുന്നു അമൃത പറഞ്ഞത്. വിവാഹത്തിന് കുറച്ചു മുമ്പാണ് ഈ വിവരം അറിഞ്ഞതെന്നും എന്നാൽ തന്റെ ആദ്യത്തെ പ്രണയമായതിനാൽ തനിക്ക് ഈ ബന്ധം തന്നെ മതിയെന്ന് പറയുകയായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു.